എന്നൊരു ഫോട്ടോ കാണിച്ചു തരാം. ആൽബത്തിലെ ഫോട്ടോ ഇങ്ങനെ എൻ്റെ ഷിനിമോളെ മൂത്തമോളെ പിറന്നാളാണ്. അപ്പോൾ അതിൽ കുറച്ച് ഫോട്ടോ നിങ്ങൾക്ക് അതിൽ ഞാൻ കാണിച്ചു തരാം. ആൽബത്തിൽ നിന്ന് നമ്മൾ പഴയ ഇതെല്ലാം ഒന്ന് കാണുകയും ചെയ്യാമല്ലോ, നിങ്ങൾക്കൊന്ന് കാണാമല്ലോ. ഇത് ഞാൻ നല്ല പൂക്കളെല്ലാം ഇന്ന് കഴിഞ്ഞു, നല്ല പുതിയ പുതിയ എടുക്കലാണ്. കുറച്ചുകൂടെ ഇങ്ങനെ എടുത്തു ഞാൻ വീഡിയോയിലെടുക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അച്ഛനില്ലാത്തൊരു വീഡിയോ ഉണ്ട്, അതിലെനിക്ക് അതിൽ കാണുന്ന എൻ്റെ അനിയനാണ്. ഷിനിമോളെ അച്ഛൻ എൻ്റെ കുഞ്ഞുമോട്ടൻ. ഇതാണ് ആൽബം. ഇത് വലിയ മുളക് ഷിനിമോളത്, ഇത് നിഷമുളക്. അതിൻ്റെ പറ്റുന്നത് കാണിച്ചു തരാട്ടോ കുറച്ച്. കുഞ്ഞുമോൻ നവനിമോനാണ്, ഇവരെ മൂത്ത മോനാണത്. ഇപ്പോൾ 25 വയസ്സായി. ഞാൻ വെറുതെ അതിലൊട്ടിച്ചു. എനിക്കാവും പോലെ ഞാൻ എടുത്ത് കാണിക്കാം. ഫോട്ടോ എടുത്തത് നമ്മളെ കരുവള്ളൂർ ഉണക്കുന്നില്ലേ ഒരു പ്രഭാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോയിലെ, അതുവരെ കുഞ്ഞുമോട്ടൻ്റെ മരുമകനായിട്ട് വരും. പെങ്ങളെ മോനാണ്. അവരെടുത്ത് നല്ല നിരൽ നല്ല ഇതല്ലേ. നിഷമോളെ ആൽബം എല്ലാം ഇതിനേക്കാൾ പോയതാണ്. ഇതിങ്ങനെയുണ്ട് നല്ല ഇതായിട്ട്. 18 വയസ്സായിട്ട് വന്നേരം എൻ്റെ മോക്ക്. അങ്ങനെ വന്നവരെ കല്യാണ പെണ്ണിനെ ശ്രമിക്കുന്നത്. ആദ്യത്തെ കുഞ്ഞുമോട്ടൻ്റെ പെങ്ങളാണ്, കെട്ടിയാണ് കുഞ്ഞുമോട്ടൻ. അച്ഛനും അമ്മയും പെങ്ങളും നമ്മളെ ബന്ധുക്കൾ. ഇതൊരമ്മായിയാണ്. ഇത് എൻ്റെ അച്ഛൻ്റെ പഞ്ചായത്തിൽ ജോലി ചെയ്ത അച്ഛൻ്റെ സുഹൃത്താണ്. നടുക്കിലത് ഇത് KV ജാനകി എന്ന് പറയും, കുഴമലിലെ ബന്ധു. ഇതാണ് കാണിച്ചില്ല, തന്നെ എൻ്റെ അനിയൻ ഭരതൻ. നമ്മളെ അടുത്തുള്ള ഒരാളാണ്, നമ്മളെ ഒരുപാട് സ്നേഹമുള്ള ഒരാളാണ്. ഇപ്പോൾ ഇല്ല, അത് ഒരുപാട് ആളുകളില്ല ഇപ്പോൾ.
പിന്നെ എൻ്റെ ബാക്കിലുള്ളത് നമ്മുടെ ഒരു ഏട്ടനെ പോലെ തന്നെ ഏട്ടൻ ഉണ്ടായിട്ടില്ല എന്നൊരു നാട്ടിൽ എല്ലാറ്റിനും ഈ ഏട്ടനാണ് നമുക്ക് എപ്പോഴും അതെ ഇപ്പോഴും അതെ എന്തുണ്ടെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ തൊട്ടപ്പുറത്തെ വീട് തന്നെ മുട്ടിയ വീട് തന്നെ അല്ലേ നല്ല അമ്മ വീട്ടുകാരാണ് എടീൽക്കാട് ബന്ധുക്കൾ എല്ലാവരും കല്യാണം കാണാനിരിക്കുന്നവരാണ് ഉണ്ടാകും പെങ്ങൾ വിളക്കെല്ലാം എടുത്തിട്ട് പെങ്ങളല്ലേ വിളക്കെല്ലാം എടുത്തിട്ട് മുമ്പ് നിൽക്കല് വീട്ടിൽ നിന്നാണ് കല്യാണം കഴിഞ്ഞ് കല്യാണമെല്ലാം വലിയ ഗംഭീരമായിട്ടാണ് ഉണ്ടായിന് എന്നാലും വീട്ടിലല്ലേ കല്യാണം ഇത് അനിയത്തിയാണ് ബേക്കലിരിക്കുന്ന അനിയത്തി മുമ്പിലേക്കുന്നത് നമ്മുടെ പെങ്ങൾ ഇത് രാജീവൻ്റെ കൂടെയുള്ളൊരു മാഷാണ് ഇവിടെ അടുത്ത് തന്നെ അവൻ്റെ വീട് കുഞ്ഞുമ്പോട്ട് അച്ഛനമ്മ എപ്പോഴും നമുക്കെന്നെ പ്രായമില്ല ഓർക്കാൻ കൂടി വയ്യ ഇതൊന്നും താലികെട്ടലേ പെങ്ങളാണ് ബാക്കിലേക്ക് പുടവ കൊടുക്കുന്നത് അമ്മായിക്കാണ് പുടവ കൊടുക്കൽ അമ്മായിക്ക് അമ്മായി പുടവയാണത് എൻ്റെ അമ്മാവനാണ് ഇത് ആദ്യത്തെ ഇത് അമ്മാവനാണ് ഈ അമ്മാവനും ഇല്ല ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞു ഇനി 2 പെണ്ണുങ്ങേ ഇല്ലു ഇളയമ്മ ഒരു 2 ഇളയമ്മയുണ്ട് ഇനി ബാക്കി ഇതെൻ്റെ ഭരതൻ ഉണ്ടല്ലേ ഇങ്ങനെ കാണാനേ ഇല്ലു എൻ്റെ ഇപ്പില്ല നമുക്കൊരുപാട് കണ്ണീരും തന്ന് പോയതാണ് കുഞ്ഞുമ്പട്ടിൻ്റെ ഏട്ടനാണിത് പേര് വെളുത്തമ്പൂ എന്നാണ് എല്ലാം അമ്പുമാറാണ് മൂത്തത് അമ്പു രണ്ടാമത്തെ കുഞ്ഞിക്കണ്ണൻ മൂന്നാമത്തെ വെളുത്തമ്പൂ അതിനിടയ്ക്കൊരു പെണ്ണുണ്ട് അതില്ല കല്യാണി എന്ന് പേര് അതാണ് ഏട്ടൻ ഇപ്പോൾ ആരുമില്ല ഇത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഏട്ടൻ നാട്ടിലില്ല ഏട്ടൻ ഗൾഫിലാണ് ഭക്ഷണം കഴിക്കലായി ഇത് ഏട്ടത്തിയമ്മ മറ്റേതെൻ്റെ ഇളയമ്മയാണ് ഒരിളയമ്മ ഇപ്പോൾ ഉണ്ട് ഇളയമ്മ ഇളയൻ്റെ മുത്തളയമ്മ അത് എൻ്റെ അനിയത്തിനെ കാണണ്ടേ എന്താ രണ്ടാളും ഒരുപോലെയാണ് എന്താ എല്ലാവരും അന്ന് പച്ച വേഷമാണ് ഞങ്ങൾ എല്ലാവരും അറിയാണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ എല്ലാവരും ഇത് ഇപ്പോഴത്തേത് അമ്മായി അതിനിപ്പുറം ചെറിയ അനിയത്തി അവർ 5 ആളും നമ്മൾ 3 ആളുമാണ് രണ്ടാമത്തെ ഇപ്പോൾ ഇല്ല 2 ആളും പോയി അനിയത്തിയും ഇല്ല ഇപ്പോൾ അനിയനുമില്ല ഇത് ലോലത്തുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് പിന്നെ എല്ലാവർക്കും ഉള്ളതല്ലേ നമുക്ക് മാത്രമായിട്ടുള്ളതല്ലല്ലോ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇല്ലേ നാരായണിയമ്മയാണ് നമുക്ക് തുല്യം തന്നെ എല്ലാറ്റിനും സഹായിക്കാനും എല്ലാം ഉണ്ടല്ലേ ഇത് നമ്മളൊരു കുടുംബ സുഹൃത്താണ് അനിയത്തിയുടെ ഭർത്താവും അയാളിതാ എൻ്റെ കുട്ടമ്മോനും നിച്ചമ്മോളും ഈ ദിവസം വരെയും അവർ ഒന്നിച്ചല്ലാണ്ട് ഒരു ദിവസം പോലും മാറി നിന്നിട്ടുണ്ടാവില്ല ഒരു വീട്ടിലും എൻ്റെ മക്കൾ നിന്നിട്ടുണ്ടാവില്ല നമ്മളെ വീട്ടിൽ ഒരു നേരം പോലും എടി മാറില്ല അന്ന് ഭയങ്കരമാണെന്ന് ഇടാം ഒരാളെ അവർ കണ്ടിട്ടുണ്ടാവില്ല 2 ആളും കരച്ചലെന്നെ പോന്നായിട്ട് എല്ലാവരും കണക്കന്നെ നമ്മളെ മക്കൾ നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്കത്
താങ്ങാൻ പറ്റൂലല്ലോ, ചെറിയ പ്രായമല്ലേ. രാജീവനും നമ്മളെപ്പോലെ അമ്മയൊന്നും ഇല്ലാത്തതാണ്. രണ്ട് പെൺമക്കളല്ലേ, എല്ലാവരും പറഞ്ഞു പേടിപ്പിച്ചു. പെണ്ണല്ലേ അങ്ങനെ വലിയൊരു ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ വരുമ്പോൾ അയച്ചിട്ടില്ലെങ്കിൽ പിന്നെ വരില്ല എന്നെല്ലാം പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങനെയെല്ലാം കൂടെയാണ് അന്നേരം വേഗം കഴിച്ചത്. നല്ലോണം പഠിക്കുന്ന മോളാണ്. കല്യാണം നിശ്ചയിച്ച് 6 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത്. പിന്നെ ഓൻ തന്നെ എല്ലാം ചെയ്തു. അമ്മ ഒന്ന് വിട്ടേ പിന്നെ എല്ലാം തന്നെ ചെയ്തു അല്ലേ. പഠിക്കലും ജോലി ആവലും എല്ലാം ഹെൽപ്പിന് തന്നെ. എന്താ പറയുക, ഒട്ടാൻ നദിയിൽ വെറുതെ പറ്റില്ല. ഇതാണ് എൻ്റെ മോള്. ഇത് മോളാണ്. കടപ്പുറം മാമൻ്റെ ഭാര്യ എല്ലാമാണത്. അനിയത്തി ഉണ്ട് അവിടെ അല്ലേ. അന്നേരം പൈസ വാങ്ങും, എല്ലാവരും അങ്ങോട്ട് കൊടുക്കും. കുടികൂടൽ കല്യാണത്തിനെല്ലാം പൈസ വാങ്ങും. അതാണിത്. ഇതാ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു മാഷാണിത്. കുഞ്ഞപ്പ മാഷ് പറയും, ഇപ്പോൾ ഇല്ല. ഇത് നമ്മളെ അടുത്ത ആളാണ്. എല്ലാവരും അത്ര അടുത്ത ആളന്നെ. മേശ വെച്ച് പൈസ വാങ്ങും അന്നേരം. ഇത് ചന്ദ്രേട്ടൻ എന്ന് പറയും, നമ്മുടെ ഇ പി ചന്ദ്രൻ എന്ന് പറയും. നമ്മുടെ നേതാവിൻ്റെ മോൻ ആണത്. അന്നത്തെ ചെറുമിക്കൽ പറയില്ലേ, കല്യാണത്തിന് പെണ്ണുങ്ങ വന്നിട്ട് കുറേ ആളൊന്നും ഇരിപ്പില്ല. നമ്മളെ പാർട്ടിയുടെ നാരായണൻ എന്ന് പറയും. ഇത് എൻ്റെ ഗോവിന്ദൻ്റെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ പെങ്ങളെ ഭർത്താവ്. ഇത് ഗോവിന്ദൻ. എന്താ കുഞ്ഞുമട്ടൻ നല്ല പച്ചക്കറി അരിയൽ നല്ല ലുങ്കി ഇട്ടത് കുഞ്ഞുമട്ടൻ. തേങ്ങ ചെറുവെണ്ണയാണല്ലോ ഇത് ഉണ്ടല്ലേ. ഇത് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ചേച്ചിയമ്മയാണ്. നമ്മളെ ശരിക്കും ഇവർ ഒരു കമലാക്ഷി കൊണ്ട് ഒരാളുണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്താണ്. അവരാണ് നമ്മളെ ചെറുപ്പത്തിൽ നോക്കൽ. അച്ഛൻ പോയാൽ അമ്മയോടെ നിൽക്കൂല. പിന്നെ അങ്ങനെ നമ്മളെ സ്വന്തം ചെരുപ്പുണ്ട്. അനിയത്തിപ്പില്ല, നമ്മൾ വിട്ടുപോയി. ഇതെല്ലാം നമ്മളെ നാട്ടുകാരാണ്. ഇല തുറക്കുന്നതും